നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. മമ്മൂട്ടി അവാർഡിനൊക്കെ അർഹനാണോ? നമ്മൾ മലയാള സിനിമയിൽ രണ്ട് നക്ഷത്രങ്ങൾ, മമ്മൂട്ടിയും മോഹൻലാലും, 10, 40, 50 കൊല്ലമായിട്ട് ഇവര് യോജിച്ച് നല്ല രീതിയിൽ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഫാൻസുകാർക്കിടയിലുള്ള അടിയും പിടിയൊക്കെ എന്നാലും രണ്ടും മികച്ച താരങ്ങളാണ്, മികച്ച നടന്മാരാണ്. പക്ഷേ ഇപ്പം മോഹൻലാലിന് ഇപ്പം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 100% ഒരുപക്ഷെ നേരത്തെ കിട്ടേണ്ട അവാർഡാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന അവാർഡാണ്. മോഹൻലാലിന് ഒരിക്കലും ഒരു ഇന്ത്യയിലെ നടനല്ല, ലോകത്തിൽ ഒരാൾ പോലും പറയത്തില്ല മോഹൻലാലിന് ഇത് കിട്ടേണ്ട അവാർഡാണ്, ഇത് കിട്ടേണ്ടതല്ല എന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം അദ്ദേഹം 100% അതിന് അർഹനാണ്. കാരണം എല്ലാ രീതി കൊണ്ടും, അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും കൊണ്ടും വിസ്മയിപ്പിച്ച നടൻ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും ഇപ്പം ഈ അല്ലു അർജുനും ഷാരൂഖ് ഖാനും ഒക്കെ കൊടുക്കുന്നതൊക്കെ വെച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കൊടുക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഉറപ്പായിട്ടും മോഹൻലാൽ അർഹൻ തന്നെയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പത്മവിഭൂഷണും ഭാരതരത്നത്തോട് രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകളോടൊക്കെ പത്മപുരസ്കാരങ്ങളോട് നേടിക്കഴിഞ്ഞാൽ അദ്ദേഹം രാജ്യത്തിൻ്റെ എല്ലാ പരമോന്നത ബഹുമതികളും നേടുന്ന നടനായി മാറും മോഹൻലാൽ. നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ ഒരു മറുവശമാണ്, അത് പറയാതിരിക്കാൻ പറ്റൂല. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ പത്മ പുരസ്കാരം, പത്മശ്രീ എല്ലാം ആദ്യം നേടിയത് മമ്മൂട്ടിയാണ്. 3 നാഷണൽ അവാർഡ്, 3 മികച്ച നടനുള്ള നാഷണൽ അവാർഡ്. പത്മശ്രീ എനിക്കൊന്ന് 1998 പത്മശ്രീ. 27 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് പത്മ അവാർഡുകൾ കിട്ടിയിട്ടേ ഇല്ല. നാഷണൽ അവാർഡ് ലാസ്റ്റ് കിട്ടുന്ന 2000. 25 കൊല്ലമായി നാഷണൽ അവാർഡും കിട്ടിയിട്ടില്ല. എന്തായിരിക്കാം കാരണം? ജൂറി 25-27 കൊല്ലമായിട്ടും ഇങ്ങനെയുള്ളതിനെല്ലാം ഇദ്ദേഹത്തിന് നെഗറ്റീവാണോ? അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകുന്നില്ലേ? വ്യത്യസ്തമായ എത്രയോ ഗംഭീര വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് അമ്മാനമാടി ജനങ്ങളെ അമ്പരപ്പിക്കുന്ന നടൻ അല്ലേ? വിസ്മയങ്ങൾ കൊണ്ട്, ഇപ്പം ബോക്സ് ഓഫീസ് വിജയം മാത്രമല്ലല്ലോ, വിസ്മയിപ്പിക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ ചെയ്ത നടൻ. അതുപോലെ തന്നെ അന്യഭാഷാ ചിത്രങ്ങളിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനം നേടിക്കൊടുത്ത നടൻ, ഒരു 90% അന്യഭാഷയിൽ ഹിറ്റ് ഉണ്ടാക്കി കൊടുത്ത നടൻ. അംബേദ്കറായിട്ട് അഭിനയിച്ച് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം അങ്ങനെ കൊണ്ടുവന്ന നടൻ. മലയാളത്തിലല്ലാതെ ഒരു ഭാഷയിലും അങ്ങനെ ഇംഗ്ലീഷിൽ അഭിനയിച്ചതിന് ഒരു നടനും ഇന്ത്യയിൽ വേറെ കിട്ടിയിട്ടില്ല. അങ്ങനെ അത്രയ്ക്ക് മികച്ചൊരു നടന് പത്മ ബഹുമതികൾ അല്ലെങ്കിൽ പിന്നീട് നാഷണൽ അവാർഡുകൾ ഇതൊന്നും കിട്ടാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും തോന്നിയിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മതമായിരിക്കാം. അദ്ദേഹം ഒരു മുസൽമാൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ചിന്തിക്കുമ്പം രാഷ്ട്രീയം എനിക്കില്ല. 2000-ന് ശേഷമാണ് 2000 മുതൽ 2014 വരെ കോൺഗ്രസ് ആണ് ഭരിച്ചത് ദേശീയ ഇതിൽ. 2014 മുതൽ BJP. ഈ 2 പേരും BJP 11 കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല, അവർ 14 കൊല്ലമായിട്ടും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഭാരതരത്നം വരെ കിട്ടേണ്ട, മമ്മൂട്ടിക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞു ഓൾറെഡി. പിന്നെ എത്രയോ വർഷം ഏറ്റവും കൂടുതൽ നോമിനേഷൻ, മികച്ച നടനുള്ള നോമിനേഷൻ കിട്ടിയ നടനാണ് മമ്മൂട്ടി. എല്ലാ വർഷങ്ങളും ഒരു ചിത്രമെങ്കിലും മിനിമം അദ്ദേഹത്തിൻ്റെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ട് കളിയാക്കുന്ന രീതിയിൽ ദിവസം കൊടുക്കാതിരിക്കും നല്ലത്. ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, അഭിനയിക്കാത്ത ഒരാൾക്ക്, മത്സരിച്ച് അഭിനയിച്ച ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എതിര് നിൽക്കുന്ന ഒരാൾ, ഒന്നുമില്ലാത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഈ വർഷം, അടുത്ത വർഷം ബ്രഹ്മയുഗം വരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ പറയാറുണ്ട് മമ്മൂട്ടിക്ക് പ്രതീക്ഷിക്കുകയോ വേണ്ട അവാർഡ്. കാരണം അദ്ദേഹത്തിന് കൊടുക്കത്തില്ലെന്നുള്ള ഒരു അജണ്ടയുണ്ട്. അതിന് മതമാകാം, ഈ പറഞ്ഞ പോലെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടനാണ്. ഇപ്പം അദ്ദേഹം കൈരളി TVയുടെ ചെയർമാനാണ് എന്നൊരു അടിസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ടും BJPയുടെ നേതാക്കളുമായിട്ടും ഒക്കെ നല്ല അടുപ്പത്തിലാണ്. ഈ പറഞ്ഞ പോലെ അവാർഡിന് വേണ്ടി ചിലപ്പം ശ്രമിക്കുന്നില്ലായിരിക്കാം. അതിൻ്റെ ശ്രമം വേണ്ടല്ലോ, അത് അറിഞ്ഞു കൊടുക്കേണ്ടതല്ലേ, അർഹതപ്പെട്ടവർക്ക് കയ്യിൽ കൊടുക്കേണ്ടതാണ്. മലയാളികൾ, ലോകത്തിലുള്ള എല്ലാ മലയാളികളും അദ്ദേഹത്തിന് ഈ അവാർഡുകളൊക്കെ മനസ്സുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്തായാലും വിഷമം കാണാതിരിക്കത്തില്ല. അത് നമുക്കായാലും ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇത്രയും തഴയപ്പെടുന്നതിനുള്ള എന്തിതാണ്? അദ്ദേഹം മതം മാറണോ അതോ രാഷ്ട്രീയം മാറണോ? രണ്ടും
ഒരിക്കലും നടക്കത്തില്ല. മമ്മൂട്ടി എന്നുള്ള നടനിൽ അത് പ്രതീക്ഷിക്കുകയോ വേണ്ട. മരിക്കുന്നവരെ അതിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ അർഹതപ്പെട്ടവർക്ക് കൃത്യമായി അവാർഡുകൾ കൊടുക്കണം. അർഹതപ്പെടാത്ത ഒരുപാട് പേർക്ക് കിട്ടുമ്പം അർഹതപ്പെട്ട മമ്മൂട്ടി എന്ന അതുല്യ കലാകാരന് കൊടുക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. മോഹൻലാലിന് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും ഇപ്പോഴത്തെ മമ്മൂട്ടിക്ക് കിട്ടാതിരിക്കുമ്പം അതോടൊപ്പം മലയാളികൾ വേദനിക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഇടാം. എന്തായിരിക്കാം കാരണം? എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഓക്കെ.